നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ബുണ്ടസ്ലിഗയിൽ നടന്ന മത്സരത്തിലൊരു വമ്പൻ തോൽവിയാണ് ബയേൺ മ്യൂണിക്കിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. 2-നെതിരെ 4 ഗോളുകൾക്കാണ് ഹോഫൻഹെയിം അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ക്രമറിച്ചിന്റെ ഹാട്രിക്കാണ് അവർക്ക് ഈ ഒരു തകർപ്പൻ വിജയം സമ്മാനിച്ചിട്ടുള്ളത്. 2 ഗോളുകൾക്ക് മുന്നിൽ നിന്ന ശേഷമാണ് ബയേൺ 4 ഗോളുകൾ വഴങ്ങിക്കൊണ്ട് ഈ ഒരു മത്സരത്തിൽ പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഇതോടെ ബുണ്ടസ്ലിഗയിൽ ബയേൺ 3-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. കിരീടം ബയർ ലെവർക്യൂസൻ സ്വന്തമാക്കിയപ്പോൾ 2-ാം സ്ഥാനം സ്റ്റുട്ട്ഗർട്ട് ആണ് നേടിയിട്ടുള്ളത്. 2011 ശേഷം ഇതാദ്യമായാണ് ഇത്രയും മോശമായ രീതിയിൽ ഇപ്പോൾ ബയേൺ മ്യൂണിക്ക് ബുണ്ടസ്ലിഗയിൽ ഫിനിഷ് ചെയ്യുന്നത്. മാത്രമല്ല 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തിരിച്ചടി കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. അടുത്ത ജർമ്മൻ സൂപ്പർ കപ്പിന് യോഗ്യത നേടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതോടെ കിരീടം നേടാനുള്ള ഒരു അവസരം കൂടി അവർക്ക് നഷ്ടമായി എന്നതാണ്. ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏൽപ്പിക്കുന്നത് ബയേണിന്റെ ഇംഗ്ലീഷ് സൂപ്പർ താരമായ ഹാരി കെയ്നിനാണ്. ആദ്യ ക്ലബ്ബ് കിരീടത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ കാത്തിരിപ്പ് ഇപ്പോൾ നീളുകയാണ്. ഇനി ക്ലബ്ബ് കരിയറിൽ ഒരു ട്രോഫി അദ്ദേഹത്തിന് നേടണമെങ്കിൽ ചുരുങ്ങിയത് അടുത്ത മെയ് മാസം വരെയെങ്കിലും ഹാരി കെയ്ൻ കാത്തിരിക്കേണ്ടി വരും എന്നതാണ്. ജർമ്മൻ സൂപ്പർ കപ്പിന് യോഗ്യത നേടിയിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. അതേസമയം അദ്ദേഹത്തിന് മുന്നിൽ യൂറോ കപ്പ് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അടുത്ത മാസം നടക്കുന്ന യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിനോടൊപ്പം കിരീടം നേടാൻ കഴിഞ്ഞാൽ ഈ ഒരു താരത്തിന്റെ കിരീട ശാപം അവസാനിക്കും എന്നതാണ്. പക്ഷെ യൂറോ കപ്പ് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേസമയം ഈ സീസണിലെ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഇപ്പോൾ ഹാരി കെയ്ൻ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.